നമുക്ക് ഇന്നൊരു വ്ളോഗ് എടുത്താലോ? ഞാനിപ്പോ തന്നെ റെഡി ആയിട്ട് ഞാൻ ചിക്കും കൂടെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോവാണ്. ഇതെനിക്കൊരു പേജ് അയച്ചു തന്നിട്ടുള്ള ഒരു 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 പാവട ധാവണിയാണ് കേട്ടോ, ധാവണി. സോ നമുക്ക് പോവാം, ഇറങ്ങാം. ഞങ്ങളിപ്പോ ഉണ്ടല്ലോ റോഡ് സൈഡിൽ നമ്മള് ക്യാബ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ക്യാബ് 1 മിനിറ്റിനുള്ളിൽ വരും. എന്നിട്ട് നേരെ നമ്മുടെ കോവൻട്രി യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ഭാഗമുണ്ട്, ആ ഒരു ബ്രിഡ്ജൊക്കെ ഉള്ള ഭാഗം, അങ്ങോട്ട് പോയിട്ട് ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അപ്പൊ പോവാം. ചിക്കുതേ അവിടെ നിന്ന് മമ്മി എടുക്ക സംസാരിക്കുവാണ് കേട്ടോ. അവിടെ ഇപ്പം ഉണ്ട്, മമ്മിയോട് സംസാരിക്കണം. നമ്മുടെ ക്യാബാണോ അത്? ക്യാബല്ല, ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അമ്മേ, അങ്ങനെ നമ്മൾ വേണ്ടേ ക്യാബിൽ കയറിയിട്ട് നേരെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകാൻ കേട്ടോ. ഏകദേശം അവിടെ എത്തി. ഞാൻ ഈ ഒരു ഡ്രസ്സിലായോണ്ട് എല്ലാവരും നോക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു തോന്നൽ. മൂവിക്ക് പോയാൽ മതിയായിരുന്നു. ശരിക്കും ഒരു ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു വെതർ അല്ല എനിക്ക്. ഭയങ്കരമായിട്ട് ഇരുണ്ട് മൂടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫോട്ടോഗ്രാഫറെ ഞാൻ വിളിക്കുകയാണ്. അപ്പം എന്താ പറയണത്, അപ്പം എനിക്ക് വലിയ ഹാപ്പി അല്ല ഇന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി. എന്തായാലും നോക്കാം എങ്ങനെയുണ്ട് ഫോട്ടോസ്. അതന്നെ പുള്ളിയാന്ന് തോന്നുന്നു. ഹായ്, കുറച്ച് പോസ്റ്റ് ആയല്ലേ, സോറി. ലൈറ്റ് ഹസ്ബൻഡ് കൊല്ലം. ഞാൻ കണ്ണൂര് അല്ല, കണ്ണൂര് കോഴിക്കോട് പറയാം. അറിയോ? തലശ്ശേരി. ഇത്ര ഒരുങ്ങി വന്നിട്ട് എന്തായാലും വെട്ടമില്ലാന്ന് പറഞ്ഞ് തിരിച്ചു പോകാനൊന്നും പറ്റൂലല്ലോ. അപ്പം നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എടുത്തൊക്കെ വന്നപ്പോൾ അത്ര മോശമൊന്നും അല്ലായിരുന്നു കേട്ടോ, വെട്ടം ഇല്ലെങ്കിൽ പോലും. അങ്ങനെ എൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. നമ്മുടെ കോവൻട്രി യൂണിവേഴ്സിറ്റിയുടെ ഹബ്ബിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ചിക്കുന് മുള്ളണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മുള്ളാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാനിവിടെ ഇരിക്കുന്നു. എനിക്കൊരു 2-3 റീലും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ എന്താ, അപ്പോൾ ഒന്നുമില്ല. പക്ഷേ ഈ പോക്കറ്ററിയുടെ ക്യാമറയിൽ എന്നെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ അതിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. ഹബ്ബിലൊറ്റ മനുഷ്യരില്ല. കാര്യം സമയം ഇപ്പോൾ ഒരുപാടായി. ഇവിടെ കാണിച്ചു തരാം. എൻ്റെ ഈ മോണികയുടെ ഈ റീലൊക്കെ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്നവർ ശരിക്കും ഇവരെൻ്റെ ഫ്രണ്ട്സ് ആണെന്ന്. ഒന്നുമല്ല, ഞാൻ അവരെ അന്നേരം അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. മോണിക ഞാൻ അവരെ കൊണ്ട് പഠിപ്പിച്ചു. എന്നിട്ട് നമ്മൾ റീൽ എടുത്തു കേട്ടോ. റീലൊക്കെ കഴിഞ്ഞപ്പോഴല്ലോ നമ്മുടെ തക്കടുമണികൾ വന്നിട്ടുണ്ടായിരുന്നു. ശ്വേതയും മൃദുലും ഫുഡ് അടിക്കാനുള്ള ഒരു പ്ലാനിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. എങ്ങോട്ടൊന്നില്ലാതെ പോവാണ്. എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കോവൻട്രിയിൽ ഈ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തൊരു റെസ്റ്റോറൻ്റ് ആണ്, മലബാർ ബൈറ്റ്സ്, അങ്ങനെ എന്തോ ഒരു സംഭവം. അപ്പം നമ്മൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് പോവാണ് കേട്ടോ. അവിടെ ബുഫേയോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇത് CV2-ലാണ് കേട്ടോ ഈ സംഭവം. നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ബുഫേയാണോ? അയ്യോ, അത്രയും അയ്യോ അങ്ങനെയാണോ ഇനി? ഹായ്, പുള്ളിക്കാരനോട് ചോദിക്കും. ബുഫേ സെപ്പറേറ്റ് ഉണ്ടല്ലേ? ബുഫേ 10 pound per head. 10 per head ആണ് ബുഫേ. പിന്നെ അൽഫാം ഉണ്ട്.
ഇതുപോലെ തിരക്ക് ഞാൻ കൊവൻട്രിയിലെ ഒരു റെസ്റ്റോറൻറ്റിലും കണ്ടിട്ടില്ല. കാര്യം അമ്മാതിരി തിരക്കായിരുന്നു. നമുക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല. എല്ലാ ടേബിളിലും ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബുഫേ ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഒടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞാലും പോലും ഒടുക്കത്തെ തിരക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ബുഫേയിൽ എന്തൊക്കെയുണ്ട് എന്നൊന്ന് പോയി നോക്കാമെന്ന്. അപ്പോൾ സംഭവം നോക്കിയപ്പോഴത്തേനും കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അതായത് ദോശ, അപ്പം, പിന്നെ ഈ പറയുന്ന പോലെ ചിക്കൻ കറി, ബീഫ് കറി, അതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റ് തീരുമാനിച്ചു ബൊഫേ തന്നെ കഴിക്കാമെന്ന്. ഒരുങ്ങിയിരുന്നത് കൊണ്ട് ബാക്കി അധികം സാധനങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞൊരു വ്ളോഗായിരുന്നു എന്നറിയാം. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.